നമസ്കാരം. മുനമ്പം സമരം അതിങ്ങനെ തുടരുകയാണ് പരിഹാരം കാണാതെ. ഇന്ന് ഒരു നിർണായക ദിവസമാണ്. അതായത് മുനമ്പം സമരം എങ്ങനെ ഒത്തുതീർക്കാം എന്നതിനെ ചൊല്ലി ഒരു ഉന്നതതല യോഗം സർക്കാർ വിളിച്ചിട്ടുണ്ട്. ആ യോഗം നടക്കുകയാണ്. എന്തായാലും ആ യോഗത്തിൽ വലിയ പ്രതീക്ഷയൊന്നും മുനമ്പത്തുകാർക്കില്ല. പക്ഷേ ആ യോഗം നടക്കുകയാണ്. സർക്കാരിൻ്റെ ശ്രമം എങ്ങോട്ടാണ് എന്ന് അല്പസമയം കഴിയുമ്പോൾ അറിയാനും സാധിക്കും. എന്തായാലും ഈ വഖഫുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്നും വരികയാണ്. മുനമ്പം നിവാസികളുടെ പ്രശ്നം പലരും പറയുന്നത് ഇത് നിസ്സാര പ്രശ്നമാണ്, വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. 1960 ഇങ്ങനെ ഭൂസമരം നടന്നിരുന്നു. അന്ന് പട്ടം താണുപിള്ള സർക്കാർ അത് എളുപ്പത്തിൽ പരിഹരിച്ചു കൊടുത്തു. പിണറായി വിജയൻ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് മുനമ്പത്തേത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വഖഫ് ബോർഡിന് വേറെ ഭൂമി കൊടുത്തുകൊണ്ട് മുനമ്പത്തുകാർക്ക് റവന്യൂ അവകാശങ്ങൾ നൽകാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ സർക്കാരിന് ഈ ഭൂമി ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ, അതിനുശേഷം ഈ ആൾക്കാർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ജനങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ഈ വഖഫ് നിയമത്തിൻ്റെ ഭീകരത അറിയാത്തത് കൊണ്ടാണ്. അതിനൊരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പൂനെയിലെ കുംഭാർവാഡ എന്ന പ്രദേശത്ത് പൂനേശ്വർ ഹൗസിംഗ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ട്. അവിടെ ഒരു ചേരിയാണ് സത്യത്തിൽ. അതൊരു ഹൗസിംഗ് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട് അവിടെ 155 കുടുംബങ്ങളുണ്ട്. അവരാരും പണക്കാരല്ല, അവരെല്ലാം നിത്യവൃത്തിക്കായി അന്നന്ന് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ്. ചേരിയിൽ ചെറിയ വീടുകൾ കെട്ടിയാണ് അവർ അവിടെ ജീവിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ കണ്ട് അവർ അവിടെ ജീവിച്ചിരുന്നു. എന്നാൽ 2016 ഈ ചേരികൾ പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായി സർക്കാർ പദ്ധതി ഉണ്ടായിരുന്നു. ഇങ്ങനെ കാലപ്പഴക്കം ചെന്ന വൃത്തികെട്ട ചേരികളൊക്കെ നന്നാക്കുക, അത് പുതുക്കി പണിയുക, നല്ല അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് ഈ ചേരി പ്രദേശങ്ങളിൽ അവർക്ക് പണിതു കൊടുക്കുക. അതിൻ്റെ ഭാഗമായി ഈ ചേരിയിൽ താമസിക്കുന്ന കുംഭാർവാഡയിൽ ഹൗസിംഗ് സൊസൈറ്റിയിൽ താമസിക്കുന്ന 135 കുടുംബങ്ങൾക്കും പുതിയ വീട് നിർമ്മിച്ച് നൽകാൻ സർക്കാർ തീരുമാനിക്കുന്നു. അതോടുകൂടി അവരുടെ സന്തോഷം, അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്. സ്വന്തമായി മെച്ചപ്പെട്ട അടച്ചുറപ്പുള്ള ഒരു വീട്, ആ വീട് സർക്കാർ ഞങ്ങൾക്ക് തരാൻ പോകുന്നു എന്നവർ സന്തോഷിച്ചു. അതിനുവേണ്ടി ആ ചേരി ഒഴിപ്പിച്ചു. അതിനുശേഷം ആ ചേരി പൊളിച്ചു നീക്കി, വീടുകൾ മുഴുവൻ പൊളിച്ചു നീക്കുന്നു. അപ്പോഴാണ് വില്ലൻ വരുന്നത്. വഖഫ് ബോർഡ് ആ ഭൂമിയിന്മേൽ, ആ ചേരി പ്രദേശം വഖഫ് ഭൂമിയാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു. അതായത് വഖഫ് ബോർഡ് പറയുന്നത് അവിടെ സമീപത്തൊരു ദർഗയുണ്ട്, ആ ദർഗയുടെ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമാണ് ഈ ചേരി. അവിടെ പിന്നീട് ഈ ആളുകളെല്ലാം കയ്യേറിയതാണ്. അവിടെ പുതിയ സർക്കാർ പദ്ധതി നടക്കില്ല, പുതിയ വീട് വെച്ച് കൊടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നു. ഈ വഖഫ് ബോർഡിൻ്റെ ക്ലെയിം വരുന്നത് 2016 8 വർഷമായി ഈ 135 കുടുംബങ്ങളും തെരുവുകളിൽ കഴിയുകയാണ്. അവർക്ക് വീടുകളില്ല, അവർ ജീവിക്കാൻ നന്നേ പാടുപെടുന്നുണ്ട്. ഇപ്പോഴും കേസ് എങ്ങും എത്താതെ കിടക്കുന്നു. അവരുടെ വീടുകൾ പൊളിച്ചിട്ടിരിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പൂനെയിലെ കുംഭാർവാഡയിലുണ്ട്. അവരടക്കം ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം വഖഫ് നിയമ ഭേദഗതി വരികയാണ്. ആ വഖഫ് നിയമ ഭേദഗതി വന്നാൽ തീർച്ചയായും അവർക്ക് അവരുടെ കിടപ്പാടം ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങേയറ്റം അവർ ആധികാരികമായ രേഖകൾ ഹാജരാക്കുന്നു. 1960 മുതൽ ഈ ചേരി അവിടെയുണ്ട്, വഖഫ് ഭൂമിയാവാൻ യാതൊരു സാധ്യതയുമില്ല എന്നെല്ലാം അവർ പറയുന്നുണ്ട്. പക്ഷേ വഖഫ് ബോർഡ് കടും പിടുത്തം തുടരുകയാണ്. 135 കുടുംബങ്ങൾ 8 വർഷമായി മുംബൈയിലെ തെരുവുകളിൽ അവരുടെ അടച്ചുറപ്പില്ലെങ്കിലും കുടില് പോലത്തെ വീടുകളിൽ അവർ കഴിഞ്ഞു വരികയായിരുന്നു. അവർക്ക് സർക്കാർ ഒരു ഭൂമി നൽകുന്നു, അല്ലെങ്കിൽ സർക്കാർ ഒരു വീട് നൽകുന്നു, അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്ന സ്വപ്നത്തിലേക്ക് അവർ നടന്നെടുക്കുന്ന നിമിഷത്തിലാണ് വില്ലനായി ഈ വഖഫ് ബോർഡ് വന്നത്. ആ 8 വർഷങ്ങൾ അവർ ഇപ്പോഴും തെരുവിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വഖഫിൻ്റെ വിഷയം അത് അത്ര വേഗം പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. എത്രമാത്രം ലളിതവൽക്കരിച്ചാലും, പിണറായി 1 മണിക്കൂർ കൊണ്ട് പരിഹരിക്കുമെന്നൊക്കെ പറഞ്ഞാലും അത് ലളിതമല്ല, ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നാണ് പൂനെയിലെ കുംഭാർവാഡയും തെളിയിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.